ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്. ഫാത്തിമ തഹ്ലിയ തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അത് കേൾക്കണം. ഫാത്തിമ തഹ്ലിയയെ വിമർശിക്കുന്നവരോട് ഒരു കാര്യം പറയുകയാണ്. ഞാനൊരു വീഡിയോ ക്ലിപ്പ് വെച്ച് തരാം. നിർബന്ധമായും നിങ്ങൾ ആ വീഡിയോ ദൃശ്യം കാണണം. ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. പൊന്നു മനുഷ്യന്മാരെ, ഈ ലോകത്ത് ഒരു സ്ത്രീക്ക് പോലും ഇങ്ങനെ ഒരു ഗതികേട് വരരുത്. ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്. ഞാനും നിങ്ങളും ഉണ്ടായത് അമ്മയിൽ നിന്നാണ്. ഒരു അമ്മ, അതായത് ഒരു പെണ്ണ്, ഈ ലോകത്ത് അനുഭവിക്കുന്ന ത്യാഗം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അവര് ഹിന്ദു ആകട്ടെ, മുസൽമാൻ ആകട്ടെ, ക്രിസ്ത്യൻ ആകട്ടെ, അവര് മനുഷ്യരല്ലേ, അവർ മനുഷ്യ സ്ത്രീയല്ലേ. ഓരോ അമ്മമാരും അനുഭവിക്കുന്ന ത്യാഗം നിങ്ങൾക്കൊക്കെ അറിയോ? വൃത്തികെട്ട ജന്തുക്കളെ, എന്തിനാണ് ഒരു സ്ത്രീയെ ഇങ്ങനെ മോശമാക്കിയിട്ട് പറയുന്നത്? വിഷയത്തിലേക്കൊക്കെ കടക്കാം. പൊന്നു മനുഷ്യന്മാരെ, ഫാത്തിമ തഹ്ലിയ കാറ് വാങ്ങിയത് വലിയ വിവാദമാണ്. 25 ലക്ഷത്തിന്റെ കാറ് ഫാത്തിമ തഹ്ലിയ എങ്ങനെ മേടിച്ചു എന്ന്, എവിടെ നിന്നാണ് ഈ പ്രശ്നത്തിന്റെ തുടക്കം? നിങ്ങൾ ഈ ഒരു വീഡിയോ ദൃശ്യം ആദ്യം കാണണം. ഓക്കെ, ഞാൻ ഓൺ ചെയ്യുന്ന വണ്ടിയാ, സ്വന്തമായിട്ട് അധ്വാനിച്ച് ആഗ്രഹിച്ചു വാങ്ങിയൊരു വണ്ടിയാ. ആ ബന്ധമുണ്ട് ഈ വണ്ടിയായിട്ട് എനിക്ക്. മണ്ഡലത്തിലേക്കല്ല, നാളെ സ്പീക്കർ തെരഞ്ഞെടുപ്പല്ലേ, പേരാമ്പ്ര എത്തണ്ടേ. അപ്പൊ നാളത്തത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഓക്കെ, ഫാത്തിമ തഹ്ലിയ എങ്ങനെ കാറ് വാങ്ങിയെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അത് ഞാൻ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഇതിന് താഴെ വരുന്ന കമന്റ് എന്തൊക്കെ വൃത്തികെട്ട കമന്റാണ്. ഒരു ലോകത്ത് ഒരു പെണ്ണിന് പോലും ഇങ്ങനെയുള്ള കമന്റ് ഇടരുത്. അവരെ അത്ര വൃത്തികെട്ട പെണ്ണാണെങ്കിലും ഇങ്ങനെ വൃത്തികെട്ട കമന്റ് നിങ്ങൾ ഇടരുത് പൊന്നു സഹോദരന്മാരെ. ഫാത്തിമ തഹ്ലിയ നല്ല കുടുംബത്തിൽ പിറന്നവളാണ്. ഞാന് കുറെ വൃത്തികെട്ട കമന്റ് ഒന്നും വെക്കുന്നില്ല. ഒരു കമന്റ്, അബൂബക്കർ എന്ന വൃത്തികെട്ട തെമ്മാടിയിട്ട കമന്റ് നിങ്ങളൊന്ന് നോക്കണം. അധ്വാനം 25 ലക്ഷം കൊടുത്ത് ഒരു കാറ് വാങ്ങാൻ കഴിയുന്ന അധ്വാനം എന്താണ്? വക്കീൽ പണിയാണെങ്കിൽ ഈ കുറഞ്ഞ കാലം കൊണ്ട് കഴിയില്ല. അബൂബക്കറെ, നീ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫാത്തിമ തഹ്ലിയ വൃത്തികേട് കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കി, വൃത്തികേടിന് പോയി പൈസ ഉണ്ടാക്കി എന്നാണോ? എടാ അബൂബക്കറെ, ഒരു കാര്യം പറയാം. അബൂബക്കറെ, 50,000 രൂപയുണ്ടെങ്കിൽ കാറ് മേടിക്കാം. 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് കാറ് മേടിക്കാം. അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഫാത്തിമ തഹ്ലിയ പൈസ ഉണ്ടാക്കിയത്. നാണമില്ലേ നിനക്കൊക്കെ ഇങ്ങനെ കമന്റ് ഇടാൻ? നീയൊക്കെ മനുഷ്യനാണോ അബൂബക്കറെ? എടാ അബൂബക്കറെ, മനുഷ്യനായിട്ട് ജനിക്ക അബൂബക്കറെ. നിന്റെ വീട്ടിലില്ലേ ഒരു ഉമ്മ, ഒരു അമ്മക്കൊക്കെ സ്വന്തം ഉമ്മയെ ചിന്തിക്ക അബൂബക്കറെ. പെണ്ണുങ്ങളെ റെസ്പെക്ട്, ഒരു പെണ്ണിനെ നല്ല രീതിക്ക് കാണാൻ പഠിക്ക അബൂബക്കറെ. നീയൊക്കെ മനുഷ്യനാണോടാ? പൊന്നു മനുഷ്യന്മാരെ, ആരാണ് ഫാത്തിമ തഹ്ലിയ? എങ്ങനെയാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്? അവർ തന്നെ ക്ലിയറായി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാനിപ്പോൾ വെക്കുന്ന ഇന്റർവ്യൂ നിങ്ങൾ ഫുള്ളായി കാണണം. ഓക്കെ, അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താലേ ഈ വീഡിയോ 4 ആളിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഇന്റർവ്യൂ ഫുള്ളായി കാണണം. ഓക്കെ, ഷാഫി പറമ്പിന്റെ ഒരു ഫീമെയിൽ വേർഷൻ ആണ് ഫാത്തിമ തഹ്ലിയ എന്നൊരു സംസാരമുണ്ട്. എന്നോട് ആരൊക്കെയോ അവിടുന്നൊക്കെയോ പറയുന്നുണ്ട്. അത് ലീഗിൽ ആര് ജയിച്ചാലും ഈ തട്ടമിട്ട ശശികല പരാജയപ്പെടണം. ചിരിക്കണ്ട, പാർട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് നമ്മൾ വീണ്ടും പറയേണ്ട കാര്യമില്ല. ഷാഫി വരുന്നു എന്ന് അറിയുമ്പോൾ കൂടുതൽ ആളുകൾ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് പൈസ കൊടുത്തു കൊണ്ടുവരുന്ന ക്രൗഡാണെന്ന് എതിർപ്പാർട്ടിക്കാർ പറയും. ഒരാളെ മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല. ആ നിലപാട് പിന്നെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ പ്രത്യേക അജണ്ട ഉണ്ടായിട്ടുണ്ട്. സ്വരാജ്, എന്തുകൊണ്ടാണ് അങ്ങനൊരു സംഘാവ്? അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ എന്റെ ലൈഫിലുള്ള ഭാര്യ മത്സരിക്കും, പക്ഷെ ഭർത്താവാണ് ഇതൊക്കെ കഴിഞ്ഞു. ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പോലും അവിടെ ഒരു സ്ത്രീ പ്രാതിനിധ്യം നമ്മൾ കാണാറില്ല. കേരളത്തിലെ ഏത് രാഷ്ട്രീയ സംഘടനയെ പരിശോധിച്ചാലും അതിൽ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കുകയും റോളിലേക്ക് വരികയും ചെയ്യുന്നത് ലീഗിലായിരിക്കും. ഒരു പെൺകുട്ടി പൊളിറ്റീഷ്യൻ ആവുക എന്നൊരു തീരുമാനം പറയുന്നത് അതിന്റെ കൂടെ തന്നെ എസ്പെഷ്യലി ഒരു മുസ്ലിം വിമണും കൂടെയാണ്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അത്ര എളുപ്പത്തിൽ ഇങ്ങോട്ട് ഒരു പൊളിറ്റീഷ്യൻ ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നു. നജ്മ തബ്സീറിന്റെ ഇപ്പം വിഷുവിന്റെ ഒരു വീഡിയോ ഇട്ടപ്പം ലീഗ് തന്നെ സൈബർ അറ്റാക്ക് ചെയ്തല്ലോ. ഞാൻ പുലർത്തുന്ന പൊളിറ്റിക്സിൽ ഇപ്പോഴും ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിലൊരു അണിമണി തൂക്കം വ്യത്യാസം എനിക്ക് ഇപ്പോഴും അപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ആരെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്ക്. മുസ്ലിം ലീഗിന്റെ ഒരു ചരിത്രം എടുത്താൽ ഇങ്ങനെ ഒരു യുവ വനിതാ മുഖം കാണുന്നത് വളരെ റയർ ആയിരിക്കും. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുക, ജനങ്ങൾ ഒരാളായിട്ട് മാറുക, അവരെ അങ്ങ് കയ്യിലെടുക്കുക, ഒരു ക്രൗഡ് പുള്ളറായി മാറുക. MSFന്റെ ദേശീയ വൈസ് പ്രസിഡന്റ്
യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി. ഈ വളർച്ചയൊക്കെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് സംഭവിച്ചതാണ്. മാറ്റത്തിന്റെ പുതിയ മുഖം, പേരാമ്പ്രയിലെ ഇപ്പോഴത്തെ പേരൻപ്, മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ വനിതാ ശബ്ദം. ശേഷം മൈക്കിൽ ഫാത്തിമ തഹ്ലിയ. താങ്ക് യു. എന്റെ ആദ്യത്തെ ഇൻട്രോ ആയിരുന്നു. നമ്മുടെ പരിപാടിയിൽ, അതായത് പൊളിറ്റിക്കൽ ടീയിൽ വന്നിരിക്കുന്ന ആദ്യത്തെ പൊളിറ്റിക്കൽ സ്ത്രീയാണ്. അങ്ങനെ ഒരു പദവി കൂടി ഞങ്ങൾ വെച്ച് നീട്ടുകയാണ്. അതെ, ഞങ്ങളുടെ ആദ്യത്തെ വനിതയാണ്. അപ്പോ നമ്മള് തെരഞ്ഞെടുപ്പിന്റെ തിരക്കൊക്കെ കഴിഞ്ഞു. ഒരു ഒഴിവ് സമയം അങ്ങനെ ഉണ്ടോ? ഒഴിവ് സമയം കിട്ടാറുണ്ടോ? വി.ഡി. സതീശനൊക്കെ കുട്ടിക്കാലത്ത് കാട്ടിൽ പോയി, അതുപോലെ ഒരു ട്രിപ്പിനൊക്കെ പോയിക്കൂടായിരുന്നു? കാണുമ്പോൾ ആഗ്രഹമുണ്ട്, വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കാട്ടിൽ പോവാന്നൊക്കെ പറയുന്നത്. സമയം കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്ത് ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ഇപ്പോൾ കോർപ്പറേഷൻ കൗൺസിലർ ആയതുകൊണ്ട് ഇലക്ഷൻ സമയത്ത് എനിക്ക് വേണ്ടുന്ന രൂപത്തിൽ ഇവിടെ നമ്മുടെ കുറ്റിച്ചിറയിൽ എൻഗേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ആളുകളെ പരിഗണിക്കണം. പിന്നെ പേരാമ്പ്രയിൽ തന്നെ ഇലക്ഷൻ്റെ ഈ ഓട്ടത്തിനിടയിൽ ഒരുപാട് ആളുകളിലേക്ക് എത്താൻ പറ്റാത്തതുണ്ട്. മരണ വീടുകളുണ്ട്, പിന്നെ വിശ്രമിക്കുന്ന ആളുകളുണ്ട്, അസുഖമായിട്ട് വോട്ട് ചെയ്യാൻ പോയ ആൾക്കാരുണ്ട്. അവരൊക്കെ കണ്ട് നന്ദി പറയാനൊക്കെ ഉള്ള ഓട്ടത്തിലാണ്. ഇതിൻ്റെ ഇടയിൽ ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. പാർട്ടി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മിശ്രിതമായിട്ടുള്ള ഓട്ടത്തിലാണ്. ഇതിൻ്റെ ഇടയിൽ ഇനി എന്തായാലും ഒരു ചെറിയ സമയം റെസ്റ്റിന് വേണ്ടി കണ്ടെത്തും. MSF-ലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു എന്നതിനപ്പുറം അതിനപ്പുറത്തേക്ക് അതിന് പുറകോട്ട് തഹ്ലീനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും നമുക്കിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ വിക്കിപീഡിയ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. ഞാൻ ആക്ച്വലി ഇവരോട് പറയുകയും ചെയ്തു അങ്ങനെയൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പം ഈ പ്രൈവറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കുന്ന ആളാണോ തഹ്ലിയ? രസമുള്ള എന്നാൽ വളരെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. എനിക്ക് എൻ്റെ ലൈഫ്, എൻ്റെ പ്രൈവറ്റ് സ്പേസ്, ആ പ്രൈവറ്റ് സ്പേസ് എന്ന് പറയുമ്പം എൻ്റെ മാത്രമല്ല, ഞാനുമായിട്ട് എൻഗേജ് ചെയ്യുന്ന എൻ്റെ കുടുംബം, അവരൊക്കെ ബന്ധപ്പെട്ടിരുന്നാണല്ലോ. അപ്പം അതങ്ങനെ തന്നെ കൊണ്ടുപോകാനുള്ള ശ്രമം പലപ്പോഴും നടത്തുന്നുണ്ട്. ബാക്കി പബ്ലിക്കിലേക്ക് വരുമ്പം നമ്മൾ ആളുകൾ കാണുന്നത്, നമ്മളെ എൻഗേജ്മെൻറ്റ്സ്, പബ്ലിക്കിനോടുള്ള നമ്മളെ സമീപനങ്ങൾ, അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെ ആ രൂപത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടും അത്ര ഈസി അല്ല ഇങ്ങനെ കൊണ്ടുപോകാന്ന് പറയുന്നത്. എങ്ങനെയാണെങ്കിലും നമ്മൾ പ്രൈവറ്റ് ലൈഫ് അത് പിന്നെ അതിലേക്ക് ഈ പബ്ലിക്കായിട്ടുള്ള ഒരു ഇത് എൻഗേജ്മെൻറ്റ്സ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. പക്ഷെ എന്നാലും സ്വകാര്യതകളെ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ, അത് എനിക്ക് വേണ്ടി മാത്രമല്ല എന്നോടൊപ്പമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവരുത്. അവരുടെ ലൈഫ്, അവരുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ പൊളിറ്റിക്സ്, അവരുടേതായിട്ടുള്ള തോട്ട്സ്, അതിന് ആ ഒരു ലെവലിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അവരോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് അതിനങ്ങനെ കൊണ്ടുപോകുന്നത്. നേരത്തെ തൊട്ട് അങ്ങനെ ഇരുന്നു ഇങ്ങനത്തെ പേഴ്സണൽ, ഇപ്പം സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഷെയർ ചെയ്യാതെ അങ്ങനെ? അതെ അതെ, നിങ്ങൾ എന്നെ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. നമ്മളൊക്കെ ഫസ്റ്റ് ഇപ്പോൾ ഓർക്കുട്ടിന്റെ കാലത്ത് നിന്നൊക്കെ തുടങ്ങുകയാണെങ്കിൽ അതിനങ്ങനെ തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ പൊളിറ്റിക്കൽ ഇടപെടലുകളിൽ അല്ലെങ്കിൽ എൻ്റെ തീരുമാനങ്ങളിൽ, എൻ്റെ എൻഗേജ്മെൻറ്റ്സിലൊക്കെ ഒരുപാട് ആളുകളുടെ സ്വാധീനമുണ്ട്. മരണപ്പെട്ടു പോയവരാണ് പലരും, ജീവിച്ചിരിക്കുന്നില്ല. ഞാൻ പേരാമ്പ്രയിൽ മത്സരിക്കാനൊക്കെ ഇറങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിൽ വന്നിരുന്ന ആദ്യ സമയത്തൊക്കെ നമ്മൾ ആരൊക്കെ പോയി കാണും എന്ന് ആഗ്രഹിച്ച് അവരോടൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് ഇവരുടെ ഒക്കെ മുഖങ്ങളുണ്ടായിരുന്നു. അവരിൽ പലരും സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ്. ജീവിച്ചിരിക്കാത്ത, മൺമറഞ്ഞു പോയിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള എൻ്റെ കുടുംബത്തിൽ ഒത്തിരി ആളുകളുണ്ട്. എൻ്റെ ഗ്രാൻഡ് മദർ, വല്യമ്മ, അവർ വളരെ കമാൻഡിങ് കപ്പാസിറ്റി ഉള്ള ഒരു ലേഡിയായിരുന്നു. അവർ മരണപ്പെട്ടു പോയി. എൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ വൈഫുണ്ട്, എൻ്റെ മൂത്തമ്മ എന്ന് വിളിക്കും. വളരെ ബോൾഡായിട്ടുള്ള ലേഡിയായിരുന്നു. നാട്ടിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവരടുക്കളയിൽ നിന്നായിരുന്നു ഡിസ്പേഴ്സ് ചെയ്തിരുന്നത്. ആളുകൾ വരും, പരാതി പറയും. അങ്ങനെ ഒത്തിരി ആളുകൾ എൻ്റെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ജീവിത രീതി അതെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഒരു പെൺകുട്ടി പൊളിറ്റീഷ്യൻ ആവുക എന്നൊരു തീരുമാനം പറയുമ്പോൾ അതത്ര ഈസിലി അക്സെപ്റ്റ് ചെയ്യല്ലോ എല്ലാവരും. അതിന്റെ കൂടെ തന്നെ എസ്പെഷ്യലി ഒരു മുസ്ലിം വിമണും കൂടെയാണ് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അത്ര എളുപ്പത്തിൽ ഇങ്ങോട്ട് ഒരു പൊളിറ്റീഷ്യൻ ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നു? എളുപ്പമല്ല, ഒരിക്കലും എളുപ്പമല്ല. തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്. വേണോ, അതിലേക്ക് പോകണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കമന്റ് വന്നിട്ടുണ്ടോ? അങ്ങനെയല്ല, തീർച്ചയായിട്ടും നമുക്കാർക്കും ഇതുപോലെ ഒരു മുന്നിൽ ഒരാളെ പറയാനില്ലല്ലോ. ഇപ്പം ഞാനൊക്കെ വരുന്ന എൻ്റെ ചുറ്റുപാടിൽ നിന്നൊന്നും എനിക്കൊരാളെ മുന്നിൽ കാണിക്കാനില്ല ഇങ്ങനെ ഒരാളുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലിയിലുള്ള ആളുകൾക്ക്, നമ്മളുടെ നൈബർഹുഡിലുള്ള ആളുകൾക്ക്, ഇനി എന്തിനേറെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ നമ്മളെ കാണുമ്പോൾ ഇത് വേണോ, ഇതിലേക്ക് ഇറങ്ങണോ, പിന്നെ ഇതിനേക്കാളൊക്കെ പുറത്തേക്കുള്ള കമൻസും പിന്നെ പിൻവിളികളും ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാൻ എന്തുകൊണ്ടോ സാധിച്ചു എന്ന് തോന്നുന്നു. ഈ ഒരു കോളേജ് ലൈഫിൽ ഒരു തഹ്ലിയ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു, എന്തായിരുന്നു? കോളേജ് ലൈഫിൽ ഞാനൊരു അക്കാഡമിക്കലി വളരെ എന്താ പറയുക എൻഗേജിങ് ആയിട്ട് അക്കാഡമിക്കലി ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ലോ കോളേജിൽ നിന്ന് ഒത്തിരി മൂഡ് കോമ്പറ്റീഷൻ, മോക്ക് ട്രയൽ കോമ്പറ്റീഷൻ, കോളേജിൽ വന്ന ഉടനെ തന്നെ ബുക്കും പെന്നും എടുത്ത് നാഷണൽ ഇന്റർനാഷണൽ മൂട്ടുകൾക്ക് വേണ്ടിയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് കൂടി നടക്കുന്ന ഒരാൾ. അത് വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു അങ്ങനെ. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ സീനിയേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഞങ്ങളൊരു ഒരു കുട്ടി ടീമുണ്ട്, ആ ടീമും ഞങ്ങളുടെ ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് അങ്ങനെ ഒന്നുകൂടെ ആ സ്പേസിൽ അക്കാഡമിക് സ്പേസിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോൾ എനിക്ക് പൊളിറ്റിക്സിൽ ഞാൻ എൻഗേജ് ചെയ്യാൻ തുടങ്ങി. അതായത് 2012 ഹരിത രൂപീകരിക്കുന്നത്. ഹരിത രൂപീകരിക്കുന്നത് വരെ MSF ഒരു പെൺകുട്ടിക്ക് സ്പേസ് നമ്മൾ പറയുന്ന പോലെ എവിഡൻ്റ് ആയിട്ടില്ല. നിങ്ങളെല്ലാവരും MSF മെമ്പർഷിപ്പ് എടുക്കണം. അതുപോലെ ഒരു മെമ്പർഷിപ്പ് ഞാനും എടുക്കും. MSF ഒരു കമ്മിറ്റി ലോ കോളേജിലുണ്ട്. ആ കമ്മിറ്റിയുടെ കൊടി പിടിച്ചിട്ട് നമ്മളും പോകും. അവിടെ പരിപാടികളിൽ പങ്കെടുക്കും, ക്യാമ്പയിനിങ്ങിൽ പങ്കെടുക്കും. അതിനപ്പുറത്തേക്ക് ഒരു സ്പേസ്, ഒരു റിമാർക്കബിൾ സ്പേസ് അല്ലെങ്കിൽ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പ്ലാറ്റ്ഫോമോ കാര്യമോ നമുക്ക് കിട്ടിയിട്ടില്ല, ഒരു എൻട്രി കിട്ടിയിട്ടില്ല. ആ എൻട്രി കിട്ടുന്നത് യഥാർത്ഥത്തിൽ ഹരിതയുടെ രൂപീകരണത്തിന് ശേഷം. ഹരിതയുടെ പ്രഥമ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ ലോ കോളേജിൽ സെക്കൻഡ് ഇയർ ലാസ്റ്റ് പഠിക്കുന്ന സമയത്ത് വരുന്നത്. അതിനുശേഷം ഞാൻ നേരത്തെ ഈ പറഞ്ഞ അക്കാഡമിക് കുട്ടിയൊക്കെ മാറിയിട്ട് പിന്നെ പക്ക പൊളിറ്റിക്കൽ കുട്ടിയായി മാറി. പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ പഠനം വളരെ ഭംഗിയായിട്ട് കൊണ്ട് നടന്നു. ഒരു കണ്ടോണേഷനോ ഒരു സപ്ലിയോ ഇല്ലാതെ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. ക്ലാസ്സിലും അത്യാവശ്യം മോശമില്ലാത്ത കുട്ടി മീൻസ് അങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടികളുടെ ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം ആയപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കോളേജിന് എനിക്ക് കുറച്ചധികം നഷ്ടപ്പെട്ടു. കോളേജ് ലൈഫിന് പരക്കം പാച്ചിലായിരുന്നു. നമ്മൾ ഫാത്തിമ തഹ്ലിയനെ കാണുന്നത് തന്നെ ഒരു പൊളിറ്റിക്കലിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഫാത്തിമ തഹ്ലിയനെ കാണുമ്പോൾ ഒരു ഹരിതയുടെ ഒരു ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരു ആളായിട്ടാണ്. അപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് ആ ഒരു വളർച്ച എങ്ങനെയായിരുന്നു? അതെ, ഞാൻ അതാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം MSF ഒരു മെമ്പർഷിപ്പ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിലപ്പുറത്തേക്ക് എങ്ങനെയാണ് നമ്മൾ ആക്ട് ചെയ്യേണ്ടത്, നമുക്ക് എവിടെയാണ് സ്പേസ് ഉള്ളത്? ഇപ്പൊ യൂണിറ്റ് തലങ്ങളിൽ പോലും പെൺകുട്ടികൾക്ക് മെമ്പർഷിപ്പ് കൊടുത്താലും എൻഗേജ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നു. ആ സംവിധാനത്തിന് യഥാർത്ഥത്തിൽ ഒന്ന് ട്രാക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് ഹരിതയിലൂടെയാണ്. ഹരിത 2012 രൂപീകരിക്കുന്ന സമയത്ത് ഞാൻ ലോ കോളേജിൽ പഠിക്കുകയാണ്. ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാറ്റർഡേ ആണ് നളന്ദ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ഒരു കൺവെൻഷൻ വിളിക്കുന്നത്. അപ്പോൾ ആ കൺവെൻഷനിലേക്ക് സാധാരണ ഒരുപാട് കുട്ടികളുള്ള ഒരു സംഘടനയുടെ അതിലൊരു പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വളരെ പരിപാടി കഴിഞ്ഞോ ഉണ്ടാവില്ലേ സമയത്തിനൊന്നുമല്ല, അതിൻ്റെ ഇടയിലൊന്ന് പോയി മുഖം കാണിക്കുക, ആ ഒരു ക്രൗഡിൻ്റെ ഭാഗമായിട്ട് മാറുക, അങ്ങനെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ നളന്ദ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത്. പിന്നീട് അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരു കോള് വരുന്നു, ഇങ്ങനെ ഇന്ന ആൾക്കാർ ഗസ്റ്റ്. ഞാൻ വളരെ ആവേശത്തോടെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് PSMO കോളേജിലും ഫറൂഖ് കോളേജിലും ഒക്കെ വണ്ടി വരുന്നത്, കുട്ടികൾ മുദ്രാവാക്യം വിളിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ലോ കോളേജിൽ അതിനുള്ള സ്കോപ്പൊന്നുമില്ല, അത്രയധികം കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികളൊന്നുമില്ല. അപ്പം ഇതൊക്കെ ഭയങ്കര ആവേശത്തോടെ ഇങ്ങനെ നോക്കി. ഞാൻ നിന്ന സ്ഥലം പോലെ എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്കൊരു കോള് വരുന്നത്, ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷത വഹിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനൊന്ന് സ്റ്റക്കായി, എന്താ എന്നോടാണോ പറയുന്നത്? സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ വലിയ വലിയ ആൾക്കാരുണ്ട്, വലിയ ആൾക്കാർ. തമിഴച്ചി തങ്കപ്പാണ്ടിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയറ്റും ഇപ്പം അവർ പൊളിറ്റിക്സിലുണ്ട് വളരെ ആക്റ്റീവായിട്ട്, അവരായിരുന്നു ഗസ്റ്റ് അന്ന്. അപ്പോൾ അവർ വന്നിരിക്കുന്നു. സമദാനി സാഹിബിനെ പോലെ, നൂർബിന റഷീദിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനെ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ വളരെ കൗതുകത്തോടെ ഇങ്ങനെ അത് അതിശയത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയെ പെട്ടെന്ന് ഒരാൾ വിളിച്ചിട്ട് പറയും പ്രോഗ്രാമിന്റെ അധ്യക്ഷത വഹിക്കണം. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ എന്റെ ലൈഫിലുള്ള കറക്റ്റ് അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. പറയുമ്പോഴേ ആദ്യം ഹരിത തുടങ്ങണോ പേരാമ്പ്രന്ന് തുടങ്ങണോ എന്ന് ചോദിക്കും. എന്റെയാണ്. അപ്പം ഇത് തഹ്ലിയ ഡ്രീം ചെയ്തൊരു കരിയറാണ്. അതായത് എനിക്കിപ്പോൾ പൊളിറ്റീഷ്യൻ ആവണം, ഇങ്ങനെ റിനൗണ്ട് ആയിട്ടുള്ള, എനിക്ക് സംസാരിക്കാൻ സ്പേസ് കിട്ടുന്ന ഒരു പൊളിറ്റീഷ്യൻ ആവണമെന്ന് സ്വപ്നം കണ്ടിരുന്ന കുട്ടിയാണോ തഹ്ലിയ? അല്ലെങ്കിൽ ഇതുപോലൊരു മൊമെന്റിൽ അതൊരു കരിയറായിട്ട് തിരഞ്ഞെടുത്തതാണോ? അല്ലല്ല, എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സ്കൂളിൽ പഠിച്ചു, ഞാൻ ബീലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറ്റിക്കാട്ടൂർ അവിടെയുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ വളരെ കുറച്ച് കുട്ടികളേ ഉള്ളൂ, 10 കുട്ടികളെ 10ാം ക്ലാസ്സിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ എത്ര ക്ലോസ് ആണെന്ന് ആലോചിക്കാമല്ലോ.
അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഫാസിൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, പണ്ട് മലയാളം മിസ്സ് ക്ലാസ്സിൽ ഓരോരുത്തരോടും എന്താവണം അതൊരു സ്ഥിരം ചോദ്യം ഉണ്ടല്ലോ, ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു അത്രേ എനിക്ക് പൊളിറ്റീഷ്യൻ ആവണമെന്ന്. അത് പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അവർക്ക് ഭയങ്കര ഓർമ്മയുണ്ട്. ടീച്ചറില്ല സീതാ മിസ് അങ്ങനെ ചോദിച്ചപ്പം നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലോ എവിടെയോ എൻ്റെ തോട്ടിൽ എവിടെയോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാം. ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് ഇരുന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിച്ച ആളല്ല. എനിക്ക് കുറേ സംസാരിക്കണം, ആളുകളിലേക്ക് എൻഗേജ് ചെയ്യണം, പിന്നെ ഒന്നുകൂടെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. അത് ഒന്നെങ്കിൽ ജേർണലിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ലോ ആവാം, അങ്ങനത്തെ എന്തെങ്കിലും ജോബിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം വളരെ മുമ്പുണ്ടായിരുന്നു. പിന്നെ ഒരു കൺവെൻഷണൽ രീതിയിലല്ലാത്ത കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളത് അതെത്ര സാധ്യമാകുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്നെ സംബന്ധിച്ചിടത്തോളം ലോ ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും രണ്ടും എനിക്കത്ര ഈസി വാക്ക് ഓവറായിട്ട് ലഭിച്ച കാര്യങ്ങളല്ല. ഞാൻ കുറച്ചധികം പരിശ്രമിച്ചിട്ടുണ്ട്, പല ബാരിയേഴ്സും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. വേണ്ട എന്നുള്ളത് മാത്രമേ കേട്ടിട്ടുള്ളൂ. അതിൽ നിന്ന് വേണ്ടാന്ന് കേട്ടിട്ട് അതിനോട് ഒരു പക്ഷേ കലഹിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ സമർത്ഥമായിട്ട് ഡീൽ ചെയ്തിട്ടോ ആവാം ഇപ്പം ഇത് രണ്ടും എനിക്ക് സാധ്യമായത്. ഇതിൽ ഏതായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ടത്? അഡ്വക്കേറ്റ് ആയിരുന്നാണോ, രാഷ്ട്രീയക്കാരി ആയിരിക്കുന്നതാണോ? എനിക്ക് ആസ് എ ലോയർ കുറേ സമയം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ വർക്ക് ചെയ്ത സമയമൊക്കെ എനിക്ക് കുറേ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്. രണ്ടും ഒരുപോലെയാണ്. എൻ്റെ പാഷനേറ്റ് ആയിട്ടുള്ള ജോബാണ് ഒരു ലോയർ ആവുക എന്ന് പറയുന്നത്. നേരെ ഒപ്പം തന്നെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പാർട്ട് ഓഫ് ദ ലൈഫായി മാറി. അപ്പം രണ്ടും ഒരേപോലെ കൊണ്ടുപോകുന്ന എനിക്ക് രണ്ടിനെയും മാറ്റി മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഹരിതയിൽ നിന്ന് തുടങ്ങാം. ഈ ഒരു എന്റെ ഫ്ലോ മൊത്തത്തിൽ കിളി പോയ ഹരിതയുടെ കാര്യം പറയാം. ഇപ്പം ഹരിതയിൽ കുറച്ച് വിവാദങ്ങൾ ഉണ്ടാവുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, പിന്നെ അത് പിരിച്ചുവിടുന്നു, ആകെ പ്രശ്നമാവുന്നു, പിന്നെ വീണ്ടും തിരിച്ചു വരുന്നു. ആ ഒരു സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്? എങ്ങനെയാണ് അതൊന്ന് ഒതുക്കി എല്ലാം സെറ്റായി വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നത്? എങ്ങനെയാണ് വിവാദം പ്രോപ്പർലി അത് എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു അത് നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല. കാരണം എന്താ അറിയോ, പല ആൾക്കാരും അതിനെ പല രൂപത്തിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരോ പറഞ്ഞു വെച്ച കാര്യങ്ങളും അല്ലാത്തതൊക്കെ സ്ക്രീനിൽ ഇപ്പം ഉണ്ടല്ലോ. നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ വീണ്ടും ആ സാധനത്തിന് നമ്മൾ എടുത്തു കൊണ്ടുവന്ന് സംസാരിച്ച് വഷളാക്കേണ്ട ഒരു രൂപത്തിലേക്ക് വരും. വളരെ ഭംഗിയായിട്ട് അമിക്കബിളായിട്ട്, ഞാൻ ആ വാക്കാ യൂസ് ചെയ്യുക, അമിക്കബിളായിട്ട് ആ വിഷയത്തിൻ്റെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ നമ്മൾ അതിലേക്ക് വീണ്ടും സംസാരിച്ച് പോകണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും പേടിയല്ല. ഞാൻ ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങളിൽ കാണിക്കേണ്ട ജാഗ്രത, നിങ്ങൾ അതിനെ ജാഗ്രത എന്ന് വിളിച്ചോളൂ, ഞാൻ ആ ജാഗ്രത കാണിക്കുന്നത് മാത്രം. ഇപ്പം ഒരു വിഷയം വന്നാൽ ആ വിഷയത്തിന് ഇങ്ങനെ തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ള വാശി പലപ്പോഴും പല ആളുകളിലും കാണാറുണ്ട്. ആ ഒരു എന്താ പറയുക, കസ്റ്റമറി രീതി ഒന്ന് മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു വിഷയം വരുമ്പം ആ വിഷയത്തിന്റെ പരിഹാരം എന്താണ്, ആ വിഷയത്തിൽ എൻഗേജ് ചെയ്ത ആൾക്കാർക്ക് അറിയാതെ എന്താണ് പരിഹാരം വേണ്ടത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പം അതിനെയൊക്കെ വളരെ ഭംഗിയായിട്ട് പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ വിഷയത്തിൽ ഒരു നിലപാടെടുത്ത ആളാണ്. ആ നിലപാട് ഞാൻ തുറന്നു പറഞ്ഞ ഒരാളാണ്. ആ നിലപാട് പിന്നെ മാറ്റേണ്ടി വന്നിട്ടുണ്ടോ? ഒരിക്കലും മാറ്റേണ്ടി വന്നിട്ട് ഞാൻ മാറ്റിയതായിട്ട് എവിടെയും കാണാനും പറ്റില്ലല്ലോ നിങ്ങൾക്ക്. ബാക്കിയൊക്കെ നമ്മൾ ഈ വായുന്ന് ഇങ്ങനെ ആളുകൾ പറയുന്നത് കേൾക്കുകയാണ്. അത് അങ്ങനെയാണല്ലോ, ഇങ്ങനെ തീരുമാനം എടുത്തല്ലോ. എൻ്റെ റൈറ്റിങ്ങിലോ എൻ്റെ മൗത്തുനിന്നോ അത്തരത്തിലുള്ളൊരു തീരുമാനങ്ങളോ കാര്യങ്ങളോ പറഞ്ഞതോ കേട്ടതോ ആയിട്ടുണ്ടെങ്കിൽ അതല്ലേ ആളുകൾ ഏറ്റവും ഫസ്റ്റ് വിശ്വസിക്കുകയും കേൾക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, വീണ്ടും വീണ്ടും ആ ടോപ്പിക്കിൽ നമ്മൾ സംസാരിക്കുമ്പം ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു എൻഡ്. നമുക്കൊരു വിഷയത്തിൽ നിന്ന് അപ്പുറത്തെ വിഷയത്തിലേക്ക് പോകണ്ടേ, അടുത്ത വിഷയത്തിലേക്ക് സംസാരിക്കണ്ടേ. അപ്പം അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. പക്ഷെ അങ്ങനെ ചോദിക്കൂല ആളുകൾ, ഈ അന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണോ ഈ ചോദ്യങ്ങൾ പിന്നെയും പിന്നെയും നേരിടേണ്ടി വരുന്നത് എന്ന്? ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ പ്രത്യേക അജണ്ട ഉണ്ടായിട്ടുണ്ട്, എപ്പോഴും അജണ്ട ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഈ പരിഗണിക്കപ്പെടുന്നത് കൊണ്ട് ഇങ്ങനെ ജാഗ്രത കാണിക്കേണ്ടി വരുന്നതാണ് എന്നൊരു വിമർശനം കൂടെ വരില്ലേ? ഇല്ലില്ല, അതിൻ്റെ എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയുന്ന ആളുകൾക്ക്, ഈ വിഷയത്തിന് പഠിച്ച ആളുകൾക്ക്, ഇനിയിപ്പം വിഷയത്തിനപ്പുറത്തേക്ക് ആർക്കാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും അറ്റ് ദ ഫൈനൽ അതിൽ പരിഹാരം കാണുക, സമാധാനം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എത്ര സംസാരിച്ചാലും ഏത് വിഷയം ഇനിയിപ്പോൾ എന്തിനേറെ വലിയ വാറ് നടക്കണ്ടല്ലോ, ഇന്റർനാഷണൽ വാറ് നടക്കല്ലേ, ആ വിഷയത്തിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ അതിൻ്റെ ഫൈനൽ എന്താ വേണ്ടത്? പീസ്, സമാധാനമല്ലേ വേണ്ടത്. ആ സമാധാനം വേണ്ടാന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ ലോകത്ത്. അപ്പൊ അവരിപ്പോഴും ഇങ്ങനെ ബോംബിട്ടുകൊണ്ടിരിക്കും. അത് ഈ കാണുന്ന രൂപത്തിലുള്ള വലിയ മിസൈലുകളൊന്നും ആയിരിക്കില്ല. അത് അപ്പുറത്തുനിന്ന് ഇങ്ങനെ ഈ തരത്തിലുള്ള ഓ നോ അതങ്ങനെയല്ലായിരുന്നു വേണ്ടിയിരുന്നത്, ഇങ്ങനെയായിരുന്നു. അപ്പൊ അവിടെ എന്താ നഷ്ടപ്പെടാൻ പോകുന്നത്? സമാധാനം, പീസ് നഷ്ടപ്പെടാൻ പോവാം.
അങ്ങനെ വേണ്ട. നമുക്കൊരു ഒരു കാര്യത്തിൽ ഒരു കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ആ ഫയൽ ഓപ്പൺ ചെയ്ത് പുതിയൊരു നെറേറ്റീവ് കൊണ്ടുവന്നു വീണ്ടും എന്തിന് നമ്മൾ പുതിയ വിഷയങ്ങളിലേക്ക് കടക്കാം, പുതിയ സമാധാനത്തിന്റെ വാക്കുകളിലേക്ക് കടക്കാം. എത്ര കാര്യങ്ങൾ ഇനി ഇവിടെ സോൾവ് ചെയ്യാൻ കിടക്കുന്നുണ്ട്, അതൊക്കെ സോൾവ് ചെയ്തൂടെ നമുക്ക്? താഹ്ലീനെ വെച്ച് നോക്കുമ്പോഴേ അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള വനിതാ രാഷ്ട്രീയ പ്രവർത്തകരിൽ വളരെ ചുരുക്കം പേര് ഇത്ര സധൈര്യം ഇങ്ങനെ സംസാരിക്കാൻ, പാർട്ടിക്കുള്ളിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടുള്ളൂ. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണിത്. ഇന്നത്തെ താഹ്ലിയ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ ഈ ഫൈറ്റ് ഉണ്ടല്ലോ അത് വെറുതെ ആയിട്ടില്ല, ഞാൻ വേണ്ട വിധം പരിഗണിക്കപ്പെട്ടു അല്ലെങ്കിൽ അതിന്റെ മാറ്റങ്ങൾ വന്നു എന്ന് താഹ്ലിയക്ക് തോന്നുന്നുണ്ടോ? ഞാന് അതിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാല്, നമ്മൾ ചിലത് ചെയ്യുന്നത് ചില കാര്യത്തിന് വേണ്ടിയിട്ടാന്ന് തോന്നുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നത് അത് എനിക്ക് ഇന്നൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പരിഗണന ലഭിക്കാൻ വേണ്ടിയിട്ടാന്ന് ചിന്തിക്കുമ്പോഴാണ് ആ പ്രോബ്ലം വരുന്നത്. ഞാൻ ഇത്രയും കാലം എന്റെ രാഷ്ട്രീയ മേഖലയിലുള്ള പ്രവർത്തനം ഒന്നും ആഗ്രഹിച്ചിട്ടല്ല, ഒരു കാര്യം ആഗ്രഹിച്ചിട്ടല്ല. ആ വിഷയം പെർട്ടിക്കുലർ വിഷയം പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അതായത് ഞാൻ ഉയർത്തിയ വിഷയം വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ആ വിഷയമാണെങ്കിൽ അത് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിൽ ഇത്രയും കാലം സംസാരിച്ച വിഷയങ്ങളൊക്കെ ആ ഗൗരവത്തിൽ പാർട്ടി പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു പാർട്ടിന്റെ ഉള്ളിലാണ് സംസാരിച്ചത് എങ്കിൽ അതിന്റെ വേവ് പാർട്ടിയുടെ പുറത്തേക്ക്, അതിൽ കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പബ്ലിക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ആളുകൾ അതിന് ചില കാര്യങ്ങളോട് നമ്മളൊന്ന് ഇരുന്ന് ഓക്കെ ഇതിങ്ങനെ ആയിരുന്നു നല്ലത് എന്നൊക്കെയുള്ള അതൊക്കെ ഇമ്പാക്റ്റ് ആണ് അതൊക്കെ. അപ്പൊ ആ ഇമ്പാക്റ്റിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിൽ ആരെയും മാറ്റിമറിക്കുക അല്ലെങ്കിൽ പുതിയൊരു ചേഞ്ച് കൊണ്ടുവരിക എന്നൊന്നല്ല. ഈ റിസൾട്ട് ഉണ്ടാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും അങ്ങനെ ഒരു സ്ഥാനം വേണം, ഈ പാർട്ടിക്കുള്ളിൽ എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാനം വേണം, എനിക്ക് സംസാരിക്കാൻ ഇങ്ങനെ ഒരു സ്പേസ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് എന്റെ ലൈഫിൽ കിട്ടിയ ഒരു സ്പേസിലേക്ക് എങ്ങനെയാണ് വന്നെത്തുന്നത്? അതെ അത് എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഞാൻ ലക്കിലി ഇനഫാണ്. എനിക്ക് ഞാൻ ഒരുപാട് ബ്ലെസ്ഡ് ആണ്. ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ല, ഇത് ലക്കിയാണോ അർഹതയാണോ ഏതാ? അതിനെപ്പറ്റി ഞാൻ അർഹതപ്പെട്ട ആളാണെന്ന് ഞാൻ തന്നെ പറയുന്നത് ശരിയില്ലല്ലോ. അത് തീരുമാനിക്കേണ്ടത് ചേച്ചിയുടെ പ്രവൃത്തികളും എന്റെ ഐഡിയാസും കൊണ്ട് എനിക്കിത് കിട്ടാൻ എന്ന് ആഗ്രഹിക്കും. നമ്മളെല്ലാവരും, ഇപ്പൊ ഞാൻ മാത്രല്ല, ഇപ്പൊ എത്ര ആളുകള് ഇപ്പം MSFലാണെങ്കിൽ എത്ര തൗസൻഡ്സ് ഓഫ് പെൺകുട്ടികളുണ്ട്, തൗസൻഡ്സ് ഓഫ് ആൺകുട്ടികളുണ്ട്. അവരൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് ഒരാളെ പിക്ക് ചെയ്തിട്ട് ഓക്കെ യു ആർ ഗോയിങ് ടു ബി ഇൻ ദിസ് പൊസിഷൻ എന്ന് പറഞ്ഞ് നിങ്ങളതാക്കുമ്പോൾ നിങ്ങളത് ഏബിൾ ആണ്